എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന വേമ്പനാട്ടുകായലില്ലേ, ആ പോകുന്ന ചേട്ടൻ പിടിച്ച പുല്ലൻ എന്ന് പറയുന്ന മീനാണ്. അത് നമുക്ക് കട്ട് ചെയ്യുന്നതും പിന്നെ കറി വെക്കുന്നതുമായിട്ടുള്ള ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോവാം. പുല്ലൻ കുറച്ച് പാടായിരുന്നു കേട്ടോ എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട്. നല്ല വലിയ പുല്ലൻ കിട്ടി. അപ്പോൾ ഞാൻ കായലിൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനോട് പറഞ്ഞിരുന്നു, ചേട്ടാ പുല്ലൻ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ വലിയ ഇത് കിട്ടുന്നുണ്ട്. വലിയ പുല്ലന് നല്ല ടേസ്റ്റാണ്. ഈ മീൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് പേരാണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്ക് നല്ല പാടായിരുന്നു. ഇത്രയും മൂർച്ചയൊക്കെ കുറവായിരുന്നു കേട്ടോ പിച്ചാത്തിക്ക്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കറിയൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ക്ലീനിങ്ങിൻ്റെ വീഡിയോസും കൂടെ ഇട്ട് നിങ്ങളെ അങ്ങ് വെറുപ്പിച്ചേക്കാന്ന്. അങ്ങനെ വെറുപ്പിയൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ആവാതെ തന്നെ എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ. അധികം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ശീലമൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ ട്രൈ ചെയ്യുകയാണ്. ക്ലീനിങ്ങും കൂടെയൊക്കെ എടുത്തിട്ട് ഇടാലോ എന്ന് വെച്ചിട്ട്. അധികം ആർക്കും ഇഷ്ടമില്ലാത്തൊരു മീനാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിന് നേരെയും മുള്ളാണ്, വൈ പോലത്തെ കുറേ മുള്ളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുള്ള് പോകാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ തലയും വാലും കൂടെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് വലിക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ മുള്ളൊന്ന് ഒതുങ്ങും. ഒത്തിരി ഇതായിട്ട് കഴിക്കുമ്പം ഫീൽ ചെയ്യത്തില്ലെന്നാണ് പറയുന്നത്. ഈ മുള്ളുള്ളത് കൊണ്ട് തന്നെ അധികം ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ പുല്ലൻ വെട്ടുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പം തേച്ച് കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോയിലോട്ട് പോകാം. ചൂടായ ചട്ടിയിലേക്ക് പതിവ് പോലെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വീഡിയോ എടുപ്പിക്കായിരുന്നു. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2.5 സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് വഴറ്റി കൊടുക്കാം. അടുപ്പിലായതുകൊണ്ട് നല്ല തീയുണ്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ചൂട് പിടിച്ചുകൊണ്ട് അകന്ന് നിൽക്കുവാണ്. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നല്ല സെറ്റായപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ മുളകിന് ഭയങ്കര എരിവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പൊടിയുടെ പച്ചമണം മാറാൻ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഈ അടുപ്പേ കുക്ക് ചെയ്യുന്നതുകൊണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മീൻ കറിക്കൊക്കെ. ഗ്യാസ് വെക്കുന്ന അപ്പുറം എന്നാണേലും വരത്തില്ല. നമ്മൾ എളുപ്പത്തിനാണേലും ഇതേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യാനുസരണം പുളി ഇട്ട് കൊടുക്കാം. നമുക്ക് അധികം പുളി ഇഷ്ടമില്ല കേട്ടോ, നമ്മുടെ തന്നെ പുളിയാണ്. അപ്പോൾ കുറച്ച് പുളിയേ ഉള്ളൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസും നമുക്ക് തിളച്ച ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ പീസുകളും ഇട്ട് കൊടുക്കുകയാണ്. പുല്ലൻ എന്ന് പറയുന്ന ഈ മീന് കിലോ 200 രൂപയേ ഉള്ളൂ കേട്ടോ. അധികം ആൾക്കാർ മുള്ളായതുകൊണ്ട് വാങ്ങാത്തത് കൊണ്ട് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ മീനിൻ്റെ തല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ഇതിൻ്റെ തല കഴിക്കാനായിട്ട്. കുറച്ച് ടൈം എടുത്ത് കഴിക്കേണ്ട ഒരു മീനാന്ന് വേണമെങ്കിൽ പറയാം, കാരണം അതുപോലെ മുള്ളുണ്ട് ഇതിന്. ഞാൻ എപ്പോഴും പോയിരിക്കുന്ന കായലിൻ്റെ അവിടെ വലയിട്ട് കിട്ടിയ മീനാണ് കേട്ടോ. സത്യപ്പൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കുറേ പുല്ലൻ കിട്ടി. ഈ പുല്ലന് ഭയങ്കര മുള്ളായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും കഴിക്കത്തില്ല കേട്ടോ. പക്ഷേ ഇത് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണേ. എനിക്ക് പക്ഷേ കറി വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ കിട്ടി നമ്മുടെ ചട്ടി നിറഞ്ഞ് മീനിരിക്കും കേട്ടോ. ഈ ചൂടിൻ്റെ ഇടയ്ക്ക് ഈ തീയുടെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല സുഖം എൻ്റെ അമ്മോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. മടുക്കുമ്പോഴത്തേക്കും ഒന്ന് കൂളാൻ വേണ്ടി കുടിക്കാനായിട്ട്. ആഹാ, അപ്പം നല്ല രസമുണ്ട്. അപ്പം നമുക്ക് ഈ പുല്ലൻ കറി ഒന്ന് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യും. ഈ വറ്റി നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാവേ. കണ്ടോ, നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ.
ഞാൻ വിചാരിച്ചേ ഇതിനകത്ത് ഇത് ഫുള്ളും കൂടെ എങ്ങനെ ഇത് റെഡി ആവുമെന്ന്. പക്ഷെ ഇത് ഇപ്പോൾ നല്ല വെന്ത് പറ്റി വന്നപ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് അളവായി കേട്ടോ. എല്ലാം നല്ല നികന്നിരിക്കുന്നുണ്ട്. ഉപ്പും പുളിയാണെങ്കിൽ കറക്റ്റ്, ഇനി ഇടേണ്ട ആവശ്യമേ ഇല്ല. നമുക്കൊന്ന് ഉപ്പ് നോക്കാം, ഉപ്പും പുളി എങ്ങനെ ഉണ്ടെന്ന് അറിയാം കേട്ടോ. പുളി കറക്റ്റായിരിക്കും കേട്ടോ, പക്ഷെ ഉപ്പ് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കറക്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടാറ്റാ.